രണ്ട് ദിവസമായിട്ട് നമുക്ക് വീഡിയോ ശരിക്കും നോക്കാനോ അതേപോലെ കമൻറ്റ് നോക്കാനോ ഒന്നും പറ്റിയിരുന്നില്ല കേട്ടോ. പക്ഷെ ഇന്നലെ നമ്മൾ കുറച്ച് നേരം കറണ്ട് വന്നപ്പോൾ അടുത്ത വീട്ടിൽ പോയിട്ട് ചാർജൊക്കെ ചെയ്തിട്ട് വന്ന് നമ്മുടെ കമൻറ്റ് നോക്കിയപ്പോൾ ഇന്നലെ ഭയങ്കര, സത്യം പറയാ ഭയങ്കര വിഷമമായി. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് കുറേ സ്വത്തുവകകളോ കാരണം സ്വത്ത് വകകളോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറേ സമ്പാദ്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ ഞങ്ങളുടെ ജീവിതമാണ് കാണിക്കുന്നത്. ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ട്. ഞങ്ങൾ ആരോടും ഇന്നേ വരെ നമ്മൾ ഇത്ര വീഡിയോ ഇട്ടിട്ട് ഇന്നേ വരെ ഒരാളോട് ഒരു രൂപ നമ്മൾ കടം ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു രൂപ ഞങ്ങൾക്ക് സഹായിക്കണേന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. 5 വർഷത്തിൻ്റെ മുകളിലായി ഈ വീട് കയറ്റിയിട്ട്. നമ്മൾ എന്തെങ്കിലും ഇതിന്ന് ഒരു 10 രൂപ കിട്ടുകയാണ് പറഞ്ഞാൽ ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളുടെ വീടിന് എന്തിനെങ്കിലും ആവില്ലേ വിചാരിച്ചിട്ടാണ്. എന്തിനാണ് ഈ നെഗറ്റീവ് ഇട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ തകർക്കണത്? നിങ്ങൾ കുറേ നമ്മളിതിൽ മറുപടി ഇട്ട് കൊടുത്തു. ഇത് ഞങ്ങളുടെ കുടുംബങ്ങൾ, നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ ഇന്നലെ സത്യം പറയാച്ച മനസ്സ് തകർന്ന് ഇന്ന് രാവിലെ ഭഗവാന്റെ അടുത്ത് പോയിട്ട് കുറേ കരഞ്ഞു കേട്ടോ. കുറേ നമുക്ക് മനസ്സിൽ നിന്ന് സങ്കടം വരിക. കാരണം എല്ലാവരും നീക്കി വെച്ചിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ആരോടാണ് ഒരു ഇല്ലായ്മ പറഞ്ഞത്? ഞങ്ങളുടെ ജീവിതമാണ്. ഞങ്ങൾ ചമ്മന്തിയും കഞ്ഞിയും കുടിക്കുക, ഞങ്ങൾക്കത് ഇഷ്ടമാണ്. ഞങ്ങളുടെ മക്കൾ അതിനനുസരിച്ച് ഞങ്ങളുടെ കൂടെ ജീവിച്ച് നിൽക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ ഒരു ഭാഗ്യമല്ലേ? എല്ലാ കുട്ടികളും പറയാറ്, ഇതിൽ കമൻറ്റിൽ എത്രയോ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്, എന്തിനാണ് 2 പേര് വന്ന് ഇങ്ങനെ ഞങ്ങൾ മാനസികമായി തകർക്കുന്നത്? അപ്പം എൻ്റെ അനിയേട്ടൻ പണിക്ക് പോകണില്ല. എൻ്റെ അനിയേട്ടൻ പണിക്ക് പോകാതെ ഞങ്ങളെ നോക്കാൻ പറ്റുമോ? ഈ മാസത്തിൽ നിങ്ങൾക്ക് യൂട്യൂബ് നിങ്ങൾ നടത്തുന്ന ഒരാളോട് ചോദിച്ചോക്കും, മാസം മാസം ഞങ്ങൾക്ക് കോടികൾ കിട്ടണില്ല. ഞങ്ങൾക്ക് 2 മാസം കൂടുമ്പോൾ കിട്ടണ കോടികളോ ലക്ഷങ്ങളോ ഞങ്ങൾക്ക് കിട്ടണില്ല. എന്തിനാണ് ചേച്ചിമാരെ നിങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഇത് ഒരാളിടുന്ന കമൻറ്റിൻ്റെ താഴെ വന്ന് നെഗറ്റീവ് 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 അടിക്കുക. ഇന്ന് രാവിലെ ആ വ്യക്തി വന്നിട്ട് പറയാം, ഇവർ നെഗറ്റീവ് കമൻറ്റ് ഫുള്ളും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ന്. അപ്പോൾ ഇവരൊരു മാനസിക രോഗിയാണോ? എനിക്കറിയാതെ ചോദിക്കുക. കാരണം വേറെ നമ്മൾ രാവിലെ തന്നെ എനിക്ക് സത്യം പറയാച്ച എനിക്ക് ഫോണിൽ നോക്കാൻ ഒഴിവുണ്ടാവില്ല. എൻ്റെ മക്കളുടെ കാര്യങ്ങൾ, എൻ്റെ ഏട്ടൻ പണിക്ക് പോകേണ്ട കാര്യങ്ങൾ, എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങൾ ഒക്കെ എനിക്ക് നോക്കണം. ഇന്ന് രാവിലെ 6:15 അവർ ഇട്ടിരിക്കുക. ഇവര് ഈ കഷ്ടം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങളുടെ കമൻറ്റിൻ്റെ താഴെ, വീഡിയോയുടെ താഴെ നെഗറ്റീവ് ഇടുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒക്കെ ഞങ്ങൾ ചേർത്ത് നിർത്തണോ? ചേച്ചിക്ക് ഒരാൾ ഇൻവെർട്ടർ വാങ്ങി തന്നിട്ടാണോ ചേച്ചി ജീവിച്ചത്? ചേച്ചിയുടെ വീട്ടിൽ കറണ്ട് ഇല്ലാതെ ചേച്ചീനെ നാട്ടുകാർ സഹായിച്ചിട്ടാണോ ചേച്ചി ജീവിച്ചത്? അതോ ചേച്ചിയുടെ കെട്ടിയോ നയിച്ചിട്ടാണോ ചേച്ചി ജീവിച്ചത്? എൻ്റെ കെട്ടിയോല്ലേ കയ്യ് മുറിഞ്ഞിരിക്കുന്ന സമയത്ത് മാത്രമേ പണിക്ക് പോവാതിരുന്നിട്ടുള്ളൂ. അതിൽ അതുവരെ ഞങ്ങൾ ഇങ്ങനെ തന്നെ ജീവിച്ചേക്കണത്. ഇപ്പോൾ എത്രയോ കുടുംബം. പിന്നെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ഇത് നെഗറ്റീവിനോ വേറുള്ളവർക്ക് ഒരു സങ്കടം തോന്നരുത് കേട്ടോ, നിവർത്തികേടും കൊണ്ട് പറയാണ്. ഇന്ന് സത്യം പറയാച്ചെന്ന് രാവിലെ നേരത്തെ ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, ഇതൊക്കെ നിങ്ങളൊരു കമൻറ്റ് ഇടുകയാണോ വെച്ചാലും ഒരു ഫോൺ വിളിക്കുകയാണോ വെച്ചാലും ഒക്കെ ഞങ്ങളുടെ വീട്ടിൽ ഈ 11 പേര് അറിയും. പൊന്നൂസിന് മാത്രമല്ലേ ഇപ്പോൾ കുറച്ചൊരു വിവരമില്ലായുള്ളൂ. പക്ഷെ സഹായിക്കണ്ട, ദ്രോഹിക്കാതിരുന്നൂടെ? ഇനിയിപ്പോൾ നമ്മൾ ഇന്നലെ സത്യം പറയാച്ച തലയൊക്കെ തലപ്രാന്ത് പിടിക്കുന്ന പോലെ നമുക്ക് തോന്നി. കാരണം ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലവർ മരണപ്പെടുന്നുണ്ടാവുക. സത്യം ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം പിന്നാലെ നടന്ന് ടോർച്ചർ ചെയ്യുമ്പോൾ നമ്മളെപ്പോലുള്ള ഞാൻ സത്യം പറയാച്ച എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ ഒതുങ്ങി കഴിയുന്ന ഒരാളാണ്. എൻ്റെ ലോകം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ കെട്ടിയവൻ, എൻ്റെ കുട്ടികൾ, എൻ്റെ അമ്മ, ഇവിടുത്തെ അമ്മ ഒക്കെയാണ് എൻ്റെ ജീവിതം. എനിക്ക് വേറെ ഒന്നും അറിയില്ല. അപ്പം എന്നെ ഒരു നെഗറ്റീവായ ഒരാൾ പറയുമ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സത്യം പറയാച്ചാൽ ഇങ്ങനെ ആയിരിക്കും ചിലവരില്ലേ. കാരണം നമ്മൾ പുറം ലോകം അറിയണില്ലല്ലോ, നമ്മളിതല്ലേ അറിയുന്നത്. ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ, ഞാൻ എന്തെങ്കിലും ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു വിഷമം എനിക്ക് വരിക. ഇതൊന്നും സത്യമായിട്ട് നിങ്ങൾ ആരും വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല കേട്ടോ. ഞങ്ങളുടെ അവസ്ഥ, ഞങ്ങൾ ഇന്നേ വരെ ചിരിച്ച് കളിച്ചിട്ടല്ലാതെ ഞങ്ങളൊരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ ഇവിടെ അടുത്ത വീട്ടിൽ എൻ്റെ മോളെ പോലെ ഒരു കുട്ടിക്ക് വയ്യാതെയായിട്ടും അങ്ങനെയൊക്കെയാണ് ഞാൻ ഒന്ന് കരഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളൂ. പക്ഷെ ഇത് എന്താണെന്നറിയോ? നിങ്ങൾ എന്തിനാണ് ദ്രോഹിക്കുന്നത്? ഞാനതാ ചോദിക്കുന്നത്. ഒരു ആണ് പണിക്ക് പോവാതെ ഈ ഒരു വരുമാനം കൊണ്ട് ജീവിക്കാൻ സാധിക്കുമോ? ഞങ്ങൾ ഇല്ലായ്മ പറഞ്ഞു. എവിടെയാണ് ഞാൻ ഇല്ലായ്മ പറഞ്ഞത്? എനിക്ക് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങൾ 800 വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. എവിടെയാണ് എനിക്ക് ഇല്ലായ്മ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയാണോ വെച്ചാൽ എൻ്റെ വീട്, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ വീടിന് ലോൺ എടുത്തത് ഉണ്ട്, സ്വർണം പണയം വെച്ചതുണ്ട്.
ഓരോ കാര്യങ്ങൾ. പിന്നെന്താ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് തന്നെയാണ് ഇന്നലെ, അത് ചെയ്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്ന് എവിടെയും മുഖത്ത് നോക്കി പറയാനുള്ളൊരു, എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നുണ പറഞ്ഞിട്ട് ഒന്നും നേടില്ല, സത്യം പറഞ്ഞാൽ തന്നെ നമ്മൾ ജീവിച്ചു പോകുള്ളൂ. അവരിന്നലെ പറഞ്ഞിരുന്നു, എന്താ എന്താ പറഞ്ഞത്, ആ നിന്റെ കെട്ടിയവൻ പണിക്ക് പോകില്ല. ഇവരെന്നെയാണ് പറഞ്ഞത്, നിന്റെ കെട്ടിയവൻ, എൻ്റെ കെട്ടിയവൻ പണിക്ക് പോവാതിരിക്കുക ചെയ്യട്ടെ. നിങ്ങളുടെ വീട്ടിലേക്ക് എൻ്റെ കെട്ടിയവൻ വരുന്നുണ്ടോ? നിങ്ങളുടെ അടുത്ത് 10 രൂപ ചോദിക്കാൻ എൻ്റെ കെട്ടിയവൻ വരുന്നുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് എന്നെ അറിയോ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെ അറിയോ? ഓരോ സങ്കടത്തിൽ കൂടെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾ പുറമെ പറയാൻ പറ്റാത്ത ഓരോ വിഷമത്തിൽ കൂടെ സഹായിച്ചിട്ടില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. കാരണം ഒരാളില്ലേ മാനസികമായി തകർത്തിട്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവുമായിരിക്കും. കാരണം ഒരാൾ നശിച്ചു പോയല്ലോ, ഞാൻ കാരണം നശിച്ചു പോയല്ലോ, സന്തോഷമാണെന്ന്. പക്ഷെ ഞങ്ങൾ അങ്ങനെ ചിന്തിക്കില്ല കേട്ടോ. ഒരാൾ കാരണം, നമ്മൾ കാരണം ഒരാൾ വേദനിക്കരുത്, അവരുടെ കണ്ണിൽ നിന്ന് നമ്മുടെ പേര് പറഞ്ഞ ഒരു തുള്ളി കണ്ണീര് വീഴരുത് എന്നാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷെ ഇന്നലെയൊക്കെ ഞാൻ സത്യം പറയാലോ, ഈ മറ്റേ കൂട്ടുകാരോട് ഒരുപാട് ഞാൻ ഇന്നലെ കരഞ്ഞിട്ടുണ്ട്. നീ നിന്റെ തള്ളേനെ, നിന്റെ അമ്മേനെ തള്ളേന്നാണോ എന്ന് വിളിക്കാന്ന്. എൻ്റെ അമ്മ ഇന്നും ഒരാളുടെ വീട്ടിൽ പണിക്ക് പോയിട്ടാണ് എൻ്റെ അമ്മ ഞങ്ങളെ നോക്കണത്. ഞങ്ങളെ നോക്കുക പറഞ്ഞാൽ ഇതുവരെ ഞങ്ങളെ നോക്കിയിരുന്നു. ഇപ്പം നിന്റെ അമ്മയ്ക്ക് ഞങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ഇതുവരെ. പക്ഷെ എൻ്റെ അമ്മല്ലേ, അടുത്ത വീട്ടിൽ ഒരാളുടെ കുറ്റം കൂടി എൻ്റെ അമ്മ പറയില്ല. ഞാൻ ഈ 17 വർഷം ഇവിടെ പിടിച്ചു നിൽക്കാൻ തന്നെ കാരണം എൻ്റെ അമ്മ നന്നായതും കൊണ്ടാണ്. അപ്പോൾ എൻ്റെ അമ്മേനെ ഞങ്ങൾ തള്ളാന്നല്ല വിളിക്കുന്നത്, എൻ്റെ അമ്മ ഞങ്ങളുടെ ദൈവമാണ്. ചിലപ്പോൾ നിങ്ങളുടെ മക്കൾ നിങ്ങളങ്ങനെ വിളിച്ച് ശീലം ഉണ്ടാവും. അപ്പോൾ അതിനൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ ഇന്നെനിക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരെ. ഇന്നലെയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അനിയൻ്റെ അടുത്ത്, ഇതിനേക്കാട്ടിലും നല്ലത് അനിയേട്ടാ, സത്യമേ നമ്മൾ ചിന്തിച്ച് പോണ രീതികൾ വേറെയാണ്, മരിക്കുക നല്ലത്. എന്തിനാ നമ്മളിങ്ങനെയൊക്കെ ഇതായി കഷ്ടപ്പെടുന്നത്? എത്രയും പൈസ ഉള്ള യൂട്യൂബേഴ്സ് വീഡിയോ ഇടുന്നുണ്ട്, അവർക്കൊന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരിടുന്നതാണ് ഇവർക്കൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോ കാണണ്ട. നിങ്ങളിങ്ങനെ കമൻ്റ് ഇട്ടിട്ട് എൻ്റെ തള്ളേനെ അല്ലെങ്കിൽ എൻ്റെ തള്ള അല്ല പറഞ്ഞു വെച്ചാൽ നിൻ്റെ കെട്ടിയവൻ പണിക്ക് പോകണില്ല, മരവാഴ, പിന്നെന്താ എന്തൊക്കെ അവരിടുന്ന കമൻറ്റുകൾ, ഇല്ലായ്മയും. പിന്നെ അതും ഞാൻ പറയുകയാണ് കേട്ടോ, ഇല്ലായ്മ എന്ന് പറയുന്നത് നിങ്ങളുടെ കണ്ണിൽ ഇതൊക്കെ ഇല്ലായ്മയായിട്ട് തോന്നുന്നുണ്ട് പറഞ്ഞു വെച്ചാൽ അത് ഞങ്ങളുടെ കുറ്റമല്ല. കാരണം നിങ്ങൾ അത്രയും റിച്ച് ആയിട്ടായിരിക്കും ചിലപ്പോൾ ജീവിക്കുന്നുണ്ടാവുക. പക്ഷെ എന്നെക്കാട്ടിലും ഗതികെട്ട് കഴിയണവരെ നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വാ, കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളില്ലേ ഇല്ലായ്മ എന്താണ്, വിഷമം എന്താണെന്നുള്ളത് അറിയുള്ളൂ. ആ ഒരു അവസ്ഥയിൽ കൂടെ ജീവിച്ചു വന്നതാണ് ഞാൻ. അതുകൊണ്ട് ഞാനല്ലേ ഒരാളെ നിന്ദിക്കില്ല കേട്ടോ. ഇതിനൊക്കെ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന സമയത്ത് നമുക്ക് വിഷമം വരും. ഇതിനൊക്കെ എങ്ങനെ നമ്മൾ കമൻറ്റിന് മറുപടി കൊടുക്കുക? അപ്പം ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ പറയുക. ഇവിടെ ഉള്ളവർ പറയും, എന്താ എന്തിൻ്റെ വായിൽ കൈയിട്ട് കഴിഞ്ഞാൽ കടിക്കുക കാരണം കൈയിട്ട് കഴിഞ്ഞാൽ കടിക്കുക എന്ന് പറയില്ലേ. അപ്പം അതുപോലെ നമ്മൾ പ്രതികരിച്ച് പോണതാണ്. അപ്പോൾ ജീവിക്കാൻ അനുവദിക്കുക, ഒന്ന് ജീവിക്കാൻ അനുവദിക്കുക. കൃഷ്ണൻ്റെ ചിത്രം വരച്ചിട്ട് ആ പെൺകുട്ടി മരിക്കാൻ അടക്കം പോയി, ഗുളിക കഴിച്ചിട്ട്. അതേപോലെ നിങ്ങൾക്ക് ഞങ്ങളെല്ലാവരും ഈ 2 കൂട്ടർക്ക് ഞങ്ങൾ ഫുള്ളായിട്ട് മരണപ്പെട്ട് കാണാനാണോ നിങ്ങളുടെ ആഗ്രഹം? അതാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? അറിയാതെ ചോദിക്കുകയാണ്. എല്ലാവരും പറയും കുഞ്ഞു മക്കളല്ലേ, അവരെത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അവരെങ്ങനെയെങ്കിലും നന്നായി പോട്ടെ എന്നേ പറയുള്ളൂ. നിങ്ങൾക്ക് മാത്രം എന്തിൻ്റെ സൂക്കേടാണ്? ഇനി നമ്മുടെ കൂട്ടുകാരോട് പറയുകയാണ് കേട്ടോ, ഇനി ഇവരുടെ കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ഐഡിയുടെ താഴെ ഇവരുടെ കമൻറ്റ് വെക്കില്ല.